ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ്. ലൈവാണ്, ഇവിടെ എല്ലാം ആക്റ്റീവാണ്. എന്താണ് എല്ലാവരും ഉണ്ടല്ലോ, എന്താ പരിപാടി? ഇവിടെ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫുൾ ഫങ്ഷനിലാണ്. ടൂറിസ്റ്റ് വില്ലേജ് കുട്ടികളെല്ലാം അവിടെ കളിക്കുന്നുണ്ട്. കൊറോണ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, എങ്കിൽ പോലും ആൾക്കാരൊക്കെ മാസ്ക് എല്ലാം വെച്ചിട്ട് ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് വേളി. വേളി, ആക്കുളം ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ആ പറയൂ, അതിൽ കയറി കളിക്കണോ? ആ കളിപ്പിക്കാമല്ലോ. ഇവിടെ ട്രെയിൻ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ ട്രെയിൻ വർക്കിംഗ് അല്ല. ഇവിടെ വേളി മിനിയേച്ചർ റെയിൽവേ ഇവിടെ കണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വേളി മിനിയേച്ചർ റെയിൽവേ ആണ്. ഇതൊരു റെയിൽവേ പ്രോഗ്രാം ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ന്യൂസ് ചാനൽസ് അവരൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ന്യൂസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ, പിന്നെ മീഡിയ വൺ ഇവരെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വേളി ടൂറിസം വില്ലേജിൽ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത ട്രെയിൻ സർവീസ്, എൻ്റർടൈൻമെൻറ്റ് ട്രെയിൻ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോൾ മീഡിയ മുതൽ പങ്കെടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ, എല്ലാവർക്കും വേണ്ടി ഒരു എൻജോയ്മെൻറ്റ്. വെളിയിൽ വന്നാൽ പിന്നെ ഒരു ബോട്ടിങ് എല്ലാവരും ചെയ്യാറുണ്ടല്ലോ, ഒരു ബോട്ടിങ് ആയിക്കോട്ടെ. ഇതാ ബോട്ടിലേക്കുള്ള ഹാർനസ് എല്ലാവരും അണിയുന്നുണ്ട്, എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ബോട്ടിലാണുള്ളത്. ഇതാ എൻ്റെ ബോട്ടിങ്, എൻ്റെ സഹയാത്രിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇതാ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ കാണുന്നതാണ് ദുബായ്. പുറകിൽ കാണുന്നതാണ് ദുബായ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ ആൾക്കാർ ബോട്ടിൽ ചാടാൻ പോകുന്നുണ്ട്. ആരും എല്ലാവരും ചാടരുത് പ്ലീസ്, ചാടരുത് പറഞ്ഞേട്ടോ. അവർ കേട്ട് കേട്ടു. ദുബായ് അല്ല ഇത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വേളിയുടെ സൺസെറ്റ് ആസ്വദിക്കാനുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. എല്ലാവരും ഉണ്ട്, കൈ കാണിക്കും. ഓക്കെ, നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ബ്രിജില, ഹായ് ബ്രിജില. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണത്. ട്രിവാൻഡ്രത്തുള്ള നമ്മളൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതാണ്. വേളി കായലിന് കുറുകെയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാണാൻ പറ്റും. ഓ ശരി, ആ സമയത്ത് ഇവിടെ റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല അല്ലേ? ഓ നൈസ്. ഇത് വേളിയിലെ പുതിയ ഡെവലപ്മെൻറ്റ്സ് ആണ്. വാക്ക് വേസ് ആണ്, ക്യാബിൻസ് ഒക്കെ ഉണ്ട്. കടലിലെ കാഴ്ചകൾ നമുക്ക് കാണാം. എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ. എയർഫോഴ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. പഴയ ഫ്ലൈറ്റ്സ് ആണ്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുകയാണ്, കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. HPT 32 ദീപക് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്ലൈറ്റാണത്. 7.7 മീറ്റർ നീളവും വിങ് സ്പാൻ 9.5 ഹൈറ്റ് 2.9 ഉള്ള എയർക്രാഫ്റ്റാണ്. ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി എന്ന് പറയുന്നത് റേഞ്ച് 1400 കിലോമീറ്റർ റേഞ്ചിൽ വിടാൻ പറ്റുന്ന ഫ്ലൈറ്റാണ്. 1977 ഇത് മാനുഫാക്ചർ ചെയ്തത്. ഇത് 2009 ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഹായ് അമ്ന, കുതിരക്കാരി. എന്താണ് ആങ്കറിങ്ങിന് പോകേണ്ടി വരുമോ? ഇവിടെ വേളിയിൽ എന്തിനാ വന്നേ? ട്രെയിൻ കാണാൻ വന്നല്ലേ? പക്ഷെ ട്രെയിൻ വർക്ക് ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ, ഇവിടെ ട്രെയിൻ വർക്ക് ചെയ്യുന്നില്ലാന്നാണ് പറയുന്നത്. അങ്ങനെ കുട്ടികളെല്ലാം ആകെ നിരാശയിലാണ്. ട്രെയിൻ എത്രയും പെട്ടെന്ന് വർക്കാവട്ടെ. എന്തായാലും നല്ലൊരു ഫെസിലിറ്റേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഫെസിലിറ്റീസ് എല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റട്ടെ. ഗവൺമെൻറ് ഫെസിലിറ്റീസാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഇതൊക്കെ കാഴ്ചകൾ കാണാൻ വരുന്നവർക്ക് ഇതൊക്കെയാണ് ഒരു ആനന്ദം. വേളി നമ്മളെല്ലാവരും കണ്ടുപോയതാണ്. പക്ഷേ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വേളിയിൽ വന്നിട്ടുണ്ട്. താങ്ക്സ് ടു ദ ഗവൺമെൻറ്.
ഗവൺമെൻറ്റിന് നല്ല നന്ദി രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം ലൈവ് ആവട്ടെ, പക്ഷെ ഒന്നും ലൈവ് ആയിട്ടില്ല. അതാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. സൂപ്പർ, എല്ലാവരും എൻജോയ് ചെയ്തു. വേളിയിൽ നിന്നും നമ്മൾ പോവുകയാണ്. ബൈ അമ്മ, ബൈ ബൈ, സൈനിങ് ഓഫ്. Sas, signing out. Sas signing off. Bye bye.